ഹലോ, ഇന്നത്തെ ഞങ്ങളെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളെ ഗോവ ടൂറിൻ്റെ ഒരു വ്ളോഗാണ്. ഞങ്ങൾ വിസ്മയ ഗ്രീൻ ലൈൻസിൻ്റെ ടൂർ പാക്കേജ് ഉണ്ടായിരുന്നു ഗോവക്കുള്ളത്. അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞാനും മോളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസമേ പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഗോവയിൽ എത്തിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ ഹോട്ടലിലേക്ക് പോയി അവിടെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഫ്രഷപ്പ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ രാവിലെ പുട്ട്, കടലക്കറി, ദോശ, സാമ്പാർ, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് അഗുംബ ബീച്ചിലേക്കാണ്. അവിടെ നല്ല ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഗൈഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഷോപ്പ് ചെയ്യരുത്, അതിനെക്കാട്ടും ചീപ്പായിട്ട് കിട്ടുന്ന വേറെ സ്ഥലങ്ങളുണ്ട് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന വാഗത്തൂർ ബീച്ചിലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു നട്ടുച്ച എന്ന് പറയാം. അങ്ങനെ നല്ല വെയിലാണ് അവിടെ, നല്ല ചൂടുമായിരുന്നു. അങ്ങനെ മോള് അപ്പോൾ തന്നെ ഒരു ലെമണേഡ് കുടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലെമണേഡൊക്കെ പറഞ്ഞ് അതൊക്കെ കുടിച്ച് പിന്നെ അവിടെ ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചിന് നാടൻ ലഞ്ചാണ്. നമ്മൾ സാദാ ചോറ്, ക്യാബേജിൻ്റെ ഉപ്പേരി, സാമ്പാർ, ചിക്കൻ പൊരിച്ചത്, അച്ചാറൊക്കെ കൂടിയായിട്ട്. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നേരെ പോയത് കലങ്കോട്ട് ബീച്ചിലേക്കാണ്. ഇവിടെയാണ് നമ്മൾക്ക് ഷോപ്പിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ ഷോപ്സാണ്. അങ്ങനെ ഞങ്ങൾ പല സാധനങ്ങളും ഷോപ്പൊക്കെ ചെയ്തു, കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് മോള് പറഞ്ഞു ഒരു ഐസ് കോള വാങ്ങണമെന്ന്. അങ്ങനെ ഐസ് കോള, പല കളറിലുള്ള ഐസ് കോളൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ്റെ ഷോപ്പാണ്, അയാളോട് പറഞ്ഞു. അങ്ങനെ ഐസ് കോളയൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി രണ്ട് സൈഡിലായിട്ട് പല കളറ് ത്രെഡ് കൊണ്ട് മുടിയിൽ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇത് വൈറലാണല്ലോ, അതുകൊണ്ട് ഞങ്ങളും അത് കെട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ബാഗ ബീച്ചിലേക്ക് കയറിയപ്പോൾ ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ അടിപൊളിയാണ്. പല കളറിൽ പല ഷേപ്പിലായിട്ട് അത് അലങ്കരിച്ചിട്ടുണ്ടായത്. ആളുകൾക്ക് ഇരിക്കാം, ഫുഡ് കഴിക്കാം, അതല്ല അവിടുന്ന് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒക്കെ കൂടി നല്ല സൗകര്യമുള്ള ഒരു ബീച്ചാണ്. നല്ല വ്യൂ ആണ്. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ്, അതിന്ന് നടന്ന് ചെല്ലുമ്പോൾ സ്റ്റാർ ഷേപ്പിൽ, അങ്ങനെ പല പല ഷേപ്പിൽ പല പല ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഇട്ടിട്ടുള്ള നല്ല ഭംഗിയില്ലായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നൈറ്റ് കുറേ നേരത്തോളം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. പല ടൈപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പല സ്ഥലത്തു നിന്നായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ തന്നെ വന്ന ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഹോട്ടലിലേക്കാണ് പോയത്. ഡിന്നറിന് ഞങ്ങൾക്ക് ചപ്പാത്തി, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് റൂമിൽ പോയി. പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ പറ്റിയില്ല, കാരണം പൂളിൻ്റെ ടൈം രാവിലെ 6 മണി തൊട്ട് 8 മണി വരെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. ചെന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എണീറ്റത്. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു, കാരണം ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയും നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഞങ്ങൾ ടയേർഡായിരുന്നു. രാവിലെ എണീറ്റ് പൂളിൽ ചെന്നപ്പോൾ പൂള് ഓൾമോസ്റ്റ് ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പൂരി, ബാജി, ബ്രെഡ്, ജാം, ഇഡ്ഡലി, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്കാണ്. ഇത് പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഫോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം ഗോവയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണേണ്ട എല്ലാ ഡെസ്റ്റിനേഷൻസിൻ്റെയും ഫോട്ടോസ് അവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നല്ല കടലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലൈറ്റ് ഹൗസും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ബീച്ചിലേക്കാണ് പോയത്. അത് അഗോഡ ബീച്ചാണ്. അങ്ങനെ അവിടെ ചെന്നത്, അവിടെ കുറച്ച് വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ അതിലേ നടന്നു വരുമ്പോഴാണ് മോള് കണ്ടുപിടിച്ചത് അവിടുത്തെ ഗോവൻ സ്പെഷ്യൽ കോക്കം സോഡ. ഈ കോക്കം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ ഒരു ടൈപ്പ് കാനലായിരുന്നു ഇതിൻ്റെ സിറപ്പ് ഉണ്ടായിരുന്നത്. ആ സിറപ്പ് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ സാധാരണ കോക്ടെയിലൊക്കെ ചെയ്യുന്ന പോലെ സോഡയൊക്കെ ഒഴിച്ച് പിന്നെ ഉപ്പും മധുരവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ഡ്രിങ്കാണ്. എന്തായാലും നല്ല ഒരു ഡ്രിങ്കായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബോം ജീസസ് ചേർച്ചിലായിരുന്നു. അത് ഗോതിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചേർച്ചാണ്. പോർച്ചുഗീസുകാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവിടെ ഒരു
അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതായിരുന്നു ഞങ്ങളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഡിന്നറിനുണ്ടായിരുന്നത് മന്തിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്